UDF-ന് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് ഈ മിനിറ്റ് വരെ നഗരസഭയടക്കം ഇതുവരെയുള്ള എല്ലാ പഞ്ചായത്തിലും വ്യക്തമായിട്ട് ഭൂരിപക്ഷം നിലനിർത്താൻ UDF-ന് കഴിഞ്ഞിരിക്കുന്നു. എവിടെയെങ്കിലും ഒരിടത്ത് ഭൂരിപക്ഷം ആകെ 9ാം റൗണ്ടിൽ മാത്രമാണ് എം സ്വരാജിന് ലീഡ് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരിക്കുന്നത് UDF-ന് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ പിന്നെ നിലമ്പൂർ നഗരസഭ അത് വലിയ തിരിച്ചടിയാണ്, അത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം LDF-ന് ഇത്രയും വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരിടത്ത് എന്തുകൊണ്ട് LDF-ന് ആ ആധിപത്യം തുടരാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷയമുണ്ട്. BJP-യും നിലമ്പൂർ നഗരസഭയിലുള്ള കൂടുതൽ നല്ല പ്രചാരണം നടത്തിയതാണ്. ഒരുപക്ഷെ സജിത്ത്, ഈ അൻവർ പിടിച്ച വോട്ട്, നിലമ്പൂർ നഗരസഭയിൽ അൻവർ പിടിച്ച വോട്ട് BJP ഒരു വാർഡ് BJP-യുടെ തന്നെയാണ്. BJP അവിടെ നടത്തിയ പ്രചാരണം ഇതൊക്കെ വിഷയമാകുമ്പോൾ പോലും UDF-ന് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. 9 വാർഡ് ഉണ്ടായിരുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തെയും മറികടന്നുകൊണ്ടാകുമ്പോൾ ഇനി കരുളായും അമരമ്പലവും ചോദ്യചിഹ്നം പോലുമായി മാറിയാലും അതിശയപ്പെടേണ്ടതില്ല. അപർണ, ഈ BJP-ക്ക് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായി എന്നൊന്നും പറയാൻ കഴിയുന്ന ഘട്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം 5495 പരം വോട്ടുകൾ ഇതിനകം BJP സമാഹരിച്ചിട്ടുണ്ട്. 8000 പരം വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ നഷ്ടമുണ്ടായി എന്ന് തോന്നുന്നില്ല. എന്നാൽ ഒരു വോട്ട് ചോർച്ചയുടെ സൂചനകൾ BJP ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്നുള്ളത്, അവർക്കൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകുന്നുള്ള രാഷ്ട്രീയ പരീക്ഷണം വിജയം കണ്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിനപ്പുറത്തേക്കുള്ളൊരു വോട്ട് ചോർച്ചയിലേക്ക് പോകാൻ കഴിയില്ലെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നിലമ്പൂരിൻ്റെ അടുത്ത തവണത്തെ ജനപ്രതിനിധി നിലമ്പൂരിനെ ഇനി നയിക്കാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. തൻ്റെ പിതാവിൻ്റെ മണ്ഡലം ഏറ്റെടുക്കുക. ആദ്യ രാഷ്ട്രീയ പരീക്ഷണം പരാജയമായിരുന്നു. അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തിന് ഇപ്പോൾ വിജയിച്ചു കയറാൻ കഴിയുന്നു എന്നതാണ് സാഹചര്യം. പുതിയ കണക്കുകൾ കൂടി നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. 13ാം റൗണ്ടിൽ UDF തന്നെ ലീഡ് പിടിച്ചു. 806 വോട്ടുകളുടെ ലീഡാണ് പിടിച്ചത്. നഗരസഭയിലും UDF-ന് ലീഡ് എന്ന ചിത്രമാണ് വരുന്നത്. ഇതോടുകൂടി ആകെ ലീഡ് 8493 ഉയരുന്നു. നേരത്തെ നമ്മൾ പരാമർശിച്ച രാഷ്ട്രീയ ചിത്രത്തിൽ ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം. കാരണം നിലമ്പൂർ നഗരസഭാ മേഖലയിലും അവിടെ UDF-ന് തന്നെയാണ് ലീഡ് ഉണ്ടാവുന്നത്. അതിൽ 4209 വോട്ടുകൾ ഷൗക്കത്ത് പിടിച്ചപ്പോൾ സ്വരാജിന് 3403 വോട്ടുകൾ മാത്രമേ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം നിലമ്പൂർ നഗരസഭ ഇടതുപക്ഷത്തെ കൈവിട്ടു. അവിടെ ഷൗക്കത്തിനൊപ്പമാണ്. ഷൗക്കത്ത് 806 വോട്ടുകളാണ് 13ാം റൗണ്ടിൽ നേടിയിരിക്കുന്നത്. 13, 14 റൗണ്ടുകൾ പൂർണ്ണമായും നഗരസഭ തന്നെയാണ് വരുന്നത്. 13 ശേഷം 14ഉം 15ഉം റൗണ്ടുകളും നിലമ്പൂർ നഗരസഭയാണ്. എങ്ങനെയെങ്കിൽ ഇതേ ട്രെൻഡ് തന്നെ ലീഡ് 9000 കടക്കുന്നു എന്നുള്ള വിവരമാണ്. അതിലേക്ക് വളരെ പെട്ടെന്ന് അതിലേക്ക് സ്ഥിരീകരണം ഉണ്ടാകുന്നു. 9000-ലേക്ക് നേരത്തെ VS ജോയ് പറഞ്ഞു 12000-ആണ് ഞങ്ങൾ പ്രതീക്ഷ കണക്ക്, 10 കടക്കും എന്നാണ് പ്രതീക്ഷിച്ചത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഇനിയും വരട്ടെ. അടൂർ പ്രകാശും പറഞ്ഞു ഇനിയുണ്ടല്ലോ പഞ്ചായത്ത് വരാൻ, ഇനിയുണ്ടല്ലോ നഗരസഭ വരാൻ, 10 കടക്കുമെന്നാണ് പ്രതീക്ഷ. 9000 കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ആ തരത്തിലുള്ള 9637 ഇതാണ് നഗരസഭയിൽ സംഭവിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് വലിയ സ്വാധീനമുള്ള ഇടമാണ്. കാരണം മുൻ നഗരസഭാ ചെയർമാൻ കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്. ആ പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ നഗരവാസികൾ, ഈ നഗരസഭയിലുള്ളവർ ഷൗക്കത്തിനെ തന്നെ പിന്തുണയ്ക്കുന്നു. ഷൗക്കത്തിനാണ് അവിടെ വോട്ട്. ഒരു പക്ഷേ അവിടെ ഇടത് വോട്ടുകളെ അൻവർ ചോർത്തിയോ എന്ന കണക്കുകൂടിയുണ്ട്. നമുക്ക് നോക്കേണ്ടതുണ്ട്. നമുക്ക് ആ കണക്കിലേക്ക് വരാം. എന്തായാലും ആ കണക്ക് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. 637 എന്നുള്ള വോട്ട് സജിത്ത് പറഞ്ഞതുപോലെ മുൻപ് നിലമ്പൂർ നഗരസഭയുടെ ചെയർമാൻ കൂടിയായിരുന്ന ആര്യാടൻ